അസാധാരണമായിട്ടുള്ള വിടർന്ന കണ്ണുകൾ, തുടുത്ത കവിളുകൾ, നീല നിറമുള്ള ശരീരം. ഭഗവാൻ കൃഷ്ണൻ പുനർജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ നഗ്നനേത്രങ്ങളാൽ ഞാൻ കണ്ട സത്യമാണ് ഇന്നലെ രാവിലെ. ഞാൻ നടുങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ മുഖമുള്ള ചെമ്പിച്ച തലനാലുള്ള അധികം പൊക്കമില്ലാത്ത ഒരു പെൺകുട്ടി. ഞാൻ ടീച്ചറുടെ മുറിക്കകത്തോട്ട് കയറി. ഒരാളുമില്ല മുറിക്കകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തോ ഈ ദിവസം ഇവിടെ എന്തോ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. നമസ്കാരം. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ, പിശാചുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ടെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ചില കാര്യങ്ങൾ കലിയുഗത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തി തരും. നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുപോലെ തന്നെ ദൈവവും പിശാചുമുണ്ട്. ചില മനുഷ്യരുടെ ഉള്ളിൽ ദൈവവും അവരുടെ കർമ്മം കൊണ്ട് ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളും, പിശാചുക്കൾ നന്മയുള്ള തേജസ്സുള്ള മുഖവും പിന്നെ പിശാചിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരുമുണ്ട്. ഇത് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, ഇന്നലെ ഞാനും നമ്മുടെ ഡയമണ്ടിൻ്റെ വീഡിയോ ചെയ്യുന്ന അഭിലാഷ് ബാലകൃഷ്ണനുമായിട്ട് ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു. അതിന് തൊട്ടപ്പുറം 2 മുറികളിലായിട്ടാണ്. ഒരു മുറിയിൽ ഞാനും ടീച്ചറും, തൊട്ടപ്പുറത്തെ മുറിയിൽ ഈ അഭിലാഷ് ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഡയമണ്ട് ബിസിനസ്സിന് വേണ്ടി പോകുമ്പോൾ താമസിക്കുന്ന മുറിയാണ്. ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ഈ 2 വാതിൽ, ആദ്യം ടീച്ചറിൻ്റെ മുറിയിലൊന്ന് ബെല്ലടിച്ചു. ടീച്ചർ അടക്കമില്ല. അപ്പോൾ ഈ മുറിയിൽ ഞാനൊന്ന് ബെല്ലടിച്ചു. പിന്നെ കൈകൊണ്ട് 2 മുറിയിലും മാറി മാറി തട്ടി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഭിലാഷിൻ്റെ റൂം ഇങ്ങനെ തുറന്നു. എന്നെ നടുക്കിക്കൊണ്ട് ഒരു കൊറിയൻ പെൺകുട്ടി, അല്ലെങ്കിൽ ചൈനീസ് പെൺകുട്ടി, ആ മുഖമുള്ള ചെമ്പിച്ച തലനാലുള്ള അധികം പൊക്കമില്ലാത്ത ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, വാട്ട് യു വാണ്ട്? ഞാൻ നടുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കെട്ടുകഥയായിട്ട് കാണരുത്. എൻ്റെ നഗ്നനേത്രങ്ങളാൽ ഞാൻ കണ്ട സത്യമാണ് ഇന്നലെ രാവിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അഭിലാഷ് ബാലകൃഷ്ണൻ, അഭിലാഷ് ബാലകൃഷ്ണൻ, ഐ ഡോണ്ട് നോ. ഞാൻ സോറി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു നിമിഷം ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് ടീച്ചറിൻ്റെ ബെല്ലടിച്ചുണർത്തി. അപ്പോൾ ടീച്ചർ, ഇതല്ലേ നമ്മൾ അഭിലാഷിൻ്റെ മുറി? അതെ. ഞങ്ങൾ ഒന്നുകൂടെ ബെല്ലടിച്ചു. അഭിലാഷ് വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, അഭിലാഷേ, ഇതിനകത്തൊരു പെൺകുട്ടി ഇപ്പോൾ ഞാൻ അഭിലാഷിനെ തട്ടിയപ്പോൾ വന്നിങ്ങനെ വാതിൽ തുറന്ന് എൻ്റെ മുറിയിലോ? സ്വാമി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറുടെ മുറിക്കകത്തോട്ട് കയറി. ഒന്നും സംശയം ഉണ്ടായിട്ടല്ല. ഒരാളുമില്ല മുറിക്കകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തോ ഈ ദിവസം ഇവിടെ എന്തോ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കാട്ടാക്കട തിയേറ്ററിൻ്റെ ബാലാനന്ദൻ നായരെന്ന് പറഞ്ഞ അനിയുണ്ടായിരുന്നു. ഞാൻ അവരോടെല്ലാം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ചിലർ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. ഇത് വിശ്വസനീയമല്ലല്ലോ എന്തായാലും. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടെത്തിയ ഒരു സത്യം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫിസിക്കൽ ട്രെയിനറായിരുന്ന ഒരു മലേഷ്യക്കാരി പെൺകുട്ടി എങ്ങാണ്ട് ആ മുറിയിൽ മരിച്ചു കിടന്ന ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ മരണാനന്തര ശേഷം ഒരു ജീവിതമില്ല എന്ന് വിചാരിക്കുന്നത് എന്താണ്? അപ്പോൾ എൻ്റെ ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അത് അഭിലാഷ് അറിയാതെ പോകുന്നത്? അതിൻ്റെ ഒരു സത്യം ഞാൻ കണ്ടെത്തി. ഇത് കല്ലിന് വേണ്ടിയുള്ള ബിസിനസ്സല്ല, ആരെയും വിശ്വസിപ്പിക്കാനുള്ളതല്ല. പ്രേതങ്ങളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം, ഞാനൊരു പ്രേതാന്വേഷകനാണല്ലോ. എൻ്റെ പുസ്തകങ്ങളിൽ നിരവധി പുസ്തകങ്ങൾ, നിരവധി പ്രേതാനുഭവങ്ങൾ, തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ, രാത്രിയിൽ വിരിയുന്ന താമര, അങ്ങനെയുള്ള ഒരു മരണത്തെക്കുറിച്ചിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ ഉള്ളതിൽ വായിച്ചു കഴിഞ്ഞാൽ ഇത്തരം എൻ്റെ മരണാനന്തര ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാതൃഭൂമിയിലുണ്ട്, SS ബുക്സിലുണ്ട്, അമാൻ ബുക്സിലുണ്ട്, HNCയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട ഓൺലൈൻ പോർട്ടലിലെല്ലാം കിട്ടുന്ന എൻ്റെ എല്ലാ 47 പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട നന്നായിട്ട് വിറ്റുപോകുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ തന്നെ. അതൊരു പക്ഷേ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഒക്കെ ഇത് വായിക്കും, എന്താണെന്നറിയാൻ. പക്ഷേ ഇങ്ങനൊരു സത്യം ഇന്നലെ എൻ്റെ മുമ്പിൽ കണ്ടു. എനിക്ക് ആ പെൺകുട്ടിയുടെ മുഖം ഇപ്പോൾ പോലും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ മരണാനന്തര ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഉണ്ടെന്ന് പറയാനും അത് കർമ്മങ്ങൾക്കനുസരിച്ചാണെന്നും
ഈ മരണപ്പെട്ട പെൺകുട്ടി ഉറക്കത്തിൽ മരിച്ചതായിട്ടാണ് ഹോട്ടലുകാർ പറഞ്ഞത്. ഉറക്കത്തിൽ മരണപ്പെട്ടതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ബാക്കി വെച്ചു പോയ ഒരുപാട് സ്വപ്നങ്ങൾ, അവർക്ക് സാക്ഷാത്കരിക്കപ്പെടാതെ പോയ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് അവരിപ്പോഴും ആ മുറിയിൽ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് അഭിലാഷ് ബാലകൃഷ്ണനെ അത് ബാധിക്കാത്തത് അല്ലെങ്കിൽ പേടിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ, അഭിലാഷ് ബാലകൃഷ്ണൻ്റെ കൈ ഇങ്ങനെ, ഇപ്പോൾ എൻ്റെ കയ്യിലെടുത്ത എൻ്റെ നാഗവും ഇങ്ങനെ 2 മോതിരങ്ങളുണ്ട്. ഇത് വേണമെങ്കിൽ അന്ധവിശ്വാസമായിട്ട് എഴുതി കളയാം. തന്നെ പോലുള്ള സ്വാമികൾ അന്ധവിശ്വാസം പടുത്തുമെന്ന് പറഞ്ഞ് എൻ്റെ അടിയിൽ വന്ന് കമൻറ്റുകൾ എഴുതാം. ഉഡായിപ്പ് സ്വാമി എന്നൊക്കെ എഴുതുന്ന സ്ഥിരം ആൾക്കാർ എനിക്കറിയാവുന്നവർ തന്നെ ഉണ്ട്. അവരുടെ ഉഡായിപ്പുകളെക്കുറിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ ഉഡായിപ്പുകളെക്കുറിച്ച് ഞാൻ വ്യക്തമായി സംസാരിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും പരിഹാരമില്ല എന്നും പിതൃശൂന്യരാണെന്നും പിതൃക്കളെ മാത്രമല്ല സ്വന്തം പിതാവിനെ പോലും ദ്രോഹിച്ച് സ്വത്തും പണവും ഒക്കെ സ്വന്തമാക്കിയവരും അമ്മയെ കഴുത്തിൽ കത്തിവെച്ച് അമ്മയുടെ സ്വർണ്ണമൂരി വാങ്ങിച്ചവരും ഒക്കെയാണ് ഇതിൻ്റെ അടിയിൽ വന്ന് ഏറ്റവും മോശപ്പെട്ട കമൻറ്റുകൾ എഴുതുന്നത് എന്നെനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആർക്കും എന്ത് കമൻറ്റുകൾ വേണമെങ്കിലും എഴുതാം. അപ്പോൾ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, വാർദ്ധക്യത്തിലേക്കൊക്കെ പോയി ദുരിതങ്ങൾ അനുഭവിച്ച് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കപ്പെടാതെ മരണപ്പെട്ടു പോകുന്നവർക്ക് പിതൃമോക്ഷം കൊടുത്താൽ പോലും, പിതൃക്കൾക്ക് കർമ്മങ്ങൾ ചെയ്താൽ പോലും അവരുടെ ആഗ്രഹങ്ങൾ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ അവർ ഇത്തരം സാന്നിധ്യങ്ങൾ ആ മരണ ദിവസം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സാന്നിധ്യമായിട്ട് നമുക്കറിയാൻ കഴിയുന്ന അറിയിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. മറ്റൊന്ന്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ഡോക്ടർ അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജ്യോതി, 2 പേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ആ കുടുംബമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അവർ 2 പേരും ഹോമിയോ ചികിത്സയിൽ ഏറ്റവും മിടുക്കന്മാർ. നമ്മുടെ കഴക്കൂട്ടത്ത് മേനംകുളത്താണ് അവരുടെ ഡിസ്പെൻസറി. ഭയങ്കര തിരക്കാണ് രാവിലെ പോയാൽ. അതുകൊണ്ട് ഞാൻ രാവിലെ തിരക്ക് ഉള്ള സമയത്ത് അങ്ങോട്ട് പോകാറില്ല. ക്യാൻസർ ബാധയ്ക്ക് ഒരു ചികിത്സയുണ്ട്. ഈ കാലത്ത് നമ്മുടെ ഇപ്പോൾ ഒരു മാരകമായ രോഗം വന്നല്ലോ, കൊറോണ. ആ രോഗകാലത്ത് പോലും മാസ്ക് വയ്ക്കാതെ ചികിത്സ നടത്തിയവരാണ്. അത്രയും അവരുടെ മരുന്നിന് അത്ര ഫലമാണ്. അദ്ദേഹത്തിന് ഒരു ഡിസ്പെൻസറി ഉണ്ട് നമ്മളെ ഗാന്ധാരിയംകുളം കോവിലിൻ്റെ അവിടെ. ഇത് പറയാമെന്നുള്ളതിൻ്റെ ഒരു കാരണം, ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് നിരവധി പേഷ്യൻസ്, ഒരുപാട് രോഗികൾ ഇങ്ങനെ അവിടെ ഉണ്ടാവും. നല്ല തിരക്കാണ്. ഞാനവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. കൊച്ചു പെൺകുട്ടിയാണ്. ഒരു 5-6 വയസ്സ് പ്രായമേ ഉണ്ടാകുകയുള്ളൂ. നല്ല തേജസ്സുള്ള മുഖം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു മയിൽപ്പീലി കൂടെ വെച്ചു കൊടുത്താൽ കൃഷ്ണ സാന്നിധ്യമുള്ള ഒരു പെൺകുട്ടി. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, അകത്ത് കയറിയിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമായിരുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സ്വാമി വരും എന്ന് പറഞ്ഞ് ഞാൻ വരുത്തിയതാണ്. ആ കൊച്ചു പെൺകുട്ടിക്ക് ക്യാൻസർ ബാധയാണ്, ഒന്ന് രക്ഷപ്പെടൂ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. ഞാൻ പറഞ്ഞു, അയ്യോ, എൻ്റെ മനസ്സൊന്ന് വല്ലാതെ വേദനിച്ചു. കാരണം അത്ര തേജസ്സുള്ള ഒരു പെൺകുട്ടി. മണ്ണന്തലയെങ്ങാണ്ടാണ് അവരുടെ വീട്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് അവരുടെ അമ്മുമ്മയും, ഇപ്പോഴും എന്നെ വിളിക്കും, അമ്മുമ്മയും ഈ കുട്ടിയുമായിട്ട് വന്നു. ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത്, ആ കൊച്ചുകുട്ടിയുടെ മുഖത്ത് ഞാനിങ്ങനെ നോക്കിയിരുന്നു. ചില വിധികളെ നമുക്ക് തടുക്കാൻ കഴിയില്ല. ചില വിധികളല്ല, ഒരു വിധികളെയും നമുക്ക് തടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഈ അമ്മുമ്മ അവരോട് ചോദിച്ചു, നിങ്ങൾ കൃഷ്ണഭക്തിയാണല്ലേ? അതെ. നിങ്ങൾ കൃഷ്ണനെ ഭജിച്ച് കൃഷ്ണനെ മകൾക്കൊരു കൃഷ്ണസാന്നിധ്യമുള്ള ഒരു പെൺകുട്ടി ജനിക്കണം എന്ന് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. കൃഷ്ണഭജന നടത്തി ഗുരുവായൂർ നിരന്തരം പോയി. സന്താന യോഗം ഇല്ലാത്ത മകളിൽ ഒരു കുട്ടി ജനിച്ചു. പക്ഷേ ഇത്രയും ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തോട് ജനിക്കുന്ന കുട്ടികൾ അവതരിച്ചില്ലാതാകും. അത് അവതാരത്തിൽ പെടുന്നതാണ്. ഇത് വേണമെങ്കിൽ ഞാൻ രണ്ട് പോർഷൻ പറയുകയാണ്. ഒന്ന് മരണാനന്തര ശേഷമുള്ള കാര്യം, മറ്റത് ഭൗതികതയിൽ ആത്മീയാംശമുള്ള കുട്ടികളുടെ ജനനം. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ഈ കുട്ടിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഈ കുട്ടിക്ക് ഭഗവത് സാന്നിധ്യത്തിൽ ലയിക്കാനായിട്ടുള്ള സമയമായി. പക്ഷേ ഇത്ര കാലം കഴിഞ്ഞ് പെൺകുട്ടി
വീണ്ടും ജനിക്കും, ഇത് മനുഷ്യജന്മം എടുത്തു വരും. ഇത് ദൈവികാംശം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ ഭജിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ, ഇനി ആഗ്രഹിക്കരുത്. ഇതുപോലൊരു പെൺകുട്ടി ആഗ്രഹിച്ചാൽ വീണ്ടും ബുദ്ധിമുട്ട് വരും. എന്തായാലും ആ മറ്റേ പെൺകുട്ടി മുൽപ്പാലത്തിരി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ എന്നെ കാണാൻ വന്നു. നല്ലൊരു മകളാണ്. ആ പെൺകുട്ടി രണ്ടാമതും ഗർഭം ധരിച്ചതായിട്ട് അറിഞ്ഞു. പിന്നെ അവർക്ക് അനുഗ്രഹമുള്ള അല്ലെങ്കിൽ ആയുസ്സിന് ബലമുള്ള അതീവ സുന്ദരിയായിട്ടുള്ള അത്രയും ദൈവികമായ സാന്നിധ്യമുള്ള ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കലിയുഗത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വരിഞ്ഞൻ രാഘവൻ പിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നു. എന്നെ അക്കാലത്ത് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വരിഞ്ഞം പ്രസാദ് എന്ന് പറയുന്ന ഒരു നാടക നടനും സിനിമയിൽ വളരെ എന്തോ ഭാഗ്യദോഷം കൊണ്ട് മാത്രം സിനിമയിൽ പ്രശസ്തനാകാതെ പോയ ഒരു ഉത്തമ സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ വളരെ കാലം താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് ഒരുപാട് കാലം ഭക്ഷണം ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തു. പണമുണ്ടാകുന്നതിന് മുമ്പ് പണമില്ലാതെ വരുമ്പോൾ മനുഷ്യനെ തള്ളിപ്പറയുന്ന, ഇരിപ്പിടം തരാതിരിക്കുന്ന ബന്ധുക്കളുടെ ലോകത്ത് അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ ലോകത്ത് എന്നെ ചേർത്ത് പിടിച്ചൊരു സുഹൃത്താണ് വരിഞ്ഞം പ്രസാദ്. ഈ അടുത്ത 2-3 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എന്തായാലും അതിസുന്ദരനാണ്. അദ്ദേഹം പിന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. അത് അദ്ദേഹത്തിന് സിനിമയിലേക്ക് എത്തപ്പെടാൻ പറ്റിയില്ല. അപ്പം ഈ വരിഞ്ഞൻ രാഘവൻ പിള്ള എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഞങ്ങളോട് പറഞ്ഞ ഒരു കഥയുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മാമൻ പ്രസാദ് മാമൻ എന്ന അമ്മാവൻ ഞങ്ങളുടെ വിളിക്കുന്ന, ഞാനും അങ്ങനെയാണ് വിളിക്കാറ്, എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് അന്ധനായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കും. പക്ഷെ അദ്ദേഹം ഒരു ഗാന്ധി വിരോധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗാന്ധി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീരപുരുഷൻ. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അകലെയാണ്. ഒരു വടി കുത്തി, അന്ധതയാണെങ്കിലും കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു പാത്രമായിട്ട് നടന്ന വടി കുത്തി ഈ അടുക്കളയിൽ വരും, ഭക്ഷണം കഴിക്കും, അതേപോലെ തിരിച്ചു പോകും, ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കും. നല്ല തേജസ്സുള്ള മുഖമാണ്, അന്ധനാണ്, നല്ല കഥാപാത്രമാണ്, നല്ല കഥാപാത്രമാണ്. പിന്നെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ തിരുവനന്തപുരത്ത് മങ്കാട്ടുകടയിൽ ഒരു വീട്ടിൽ വെച്ചായിരുന്നു. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വരിഞ്ഞം രാഘവൻ പിള്ള, അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് മറ്റേ ജനതാ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന വരിഞ്ഞം വാസുപിള്ള വക്കീൽ. ഈ രാഘവൻ പിള്ളയുടെ മരണം കഴിച്ച് അന്ന് ആ വാടക വീട്ടിലേക്ക് AK ആൻ്റണി വരികയൊക്കെ ചെയ്തു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമര പെൻഷനൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്, എന്തുകൊണ്ടാണ് ഭൗതികതയിൽ നിന്ന് അങ്ങനെ ഒരു എല്ലാ സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാതെ ആത്മീയതയിൽ മുറുകെ പിടിച്ച് ജീവിച്ചത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന ഒരു ശക്തിയുണ്ട്. അതൊക്കെ ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ശക്തിയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഭൗതികമായിട്ടുള്ള ഇത്തരം ഭ്രമങ്ങൾക്കൊന്നും എനിക്ക് വിശ്വാസമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ്? എനിക്കത് വലിയ പ്രായമില്ല, 20 വയസ്സിന് താഴെ ഉള്ളൂ. അപ്പം നമുക്ക് എഴുതാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട്. അടുക്കളയിൽ നിന്ന് ആ പടിക്കെട്ടിറങ്ങി പുറകിൽ മുമ്പിലോട്ട് വരുമ്പോൾ ആ ഒരു ചെറിയ ഒരു തിണ്ണയിലാണ് അദ്ദേഹം ഇരിക്കാറ് എപ്പോഴും. അകത്തൊരു മുറിയുണ്ട്. ആ വഴികളൊക്കെ അദ്ദേഹത്തിന് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരിടത്ത് ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളായതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ വീട്ടിലേക്ക് പോയി. അന്നത്തെ കാലത്താണ്, ഒന്ന് ആലോചിക്കണം, 1950കളിലാണ്, 50കളിലാവാനാണ് സാധ്യത. കാരണം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞുള്ള ഒരു കാലഘട്ടമാണ്. അവിടെ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ചെറിയ കുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ കിടക്കുന്നത്, ആ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നിലേക്ക് ഇങ്ങനെ കിടക്കുക, ആ ചെറിയ പ്രായത്തിൽ പോലും ഓടക്കുഴൽ കയ്യിൽ കൊടുത്താൽ അദ്ദേഹം ഓടക്കുഴൽ വായിക്കും. അസാധാരണമായിട്ടുള്ള വിടർന്ന കണ്ണുകൾ, തുടുത്ത കവിളുകൾ, നീല നിറമുള്ള ശരീരം, നീല നിറമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം നമ്മളടുത്ത് അവതരിപ്പിക്കുന്നതാണ്. അതിവിശേഷമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ
ഈ അമ്മയുടെയും ഒരു ചെറിയ സാധാരണ കുടുംബമാണ്. ആ സാധാരണ കുടുംബത്തിലേക്ക് ജനപ്രവാഹമാണ്. അന്ന് ആലോചിക്കണം, 1950 കാലഘട്ടത്തിലൊക്കെ അത്തരത്തിലൊരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിൻ്റെ ആ ലോകത്തേക്ക് അങ്ങ് ജനപ്രളയമായിട്ട് ഭഗവാൻ കൃഷ്ണൻ പുനർജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മയിൽപ്പീലിയൊക്കെ വെച്ച് കൊടുത്താൽ കൃഷ്ണൻ എങ്ങനെയാണോ പുരാണ കഥകളിലുള്ളത്, മണ്ണ് വാരി കളിക്കുക, മണ്ണ് വാരി വായിലിടുക, എന്നിട്ട് വാ തുറന്ന് കാണുക, ആ ചൈതന്യമുള്ള 2 3 വയസ്സുള്ള 3 4 5 വയസ്സിന് താഴെ ഉള്ളപ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാണിക്കുന്ന കുട്ടി, ഉറിയിൽ തൂങ്ങിക്കിടക്കുന്നു, നിലത്ത് കിടന്നിരുന്ന കുട്ടി ഉറിയിൽ തൂങ്ങിക്കിടക്കും എന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ തൈരും വെണ്ണയും കഴിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ അന്നത്തെ കാലത്ത് ജനങ്ങളെയും അത്ഭുതപ്പെടുത്തുകയും അവർ ഇങ്ങനെ ഹരേ രാമ ഹരേ കൃഷ്ണ പാടി, അവരിങ്ങനെ ഹരേ കൃഷ്ണ ഹരേ രാമ പാടി സന്ധ്യകളും ആൾക്കാർ വരുന്നു, പണം ഉണ്ടാക്കുന്നു. പക്ഷേ ഇന്നത്തെ പോലെയുള്ള ആത്മീയതയുടെ ഒരു വിൽപ്പനയില്ല. ഇന്നത്തെ കാലത്ത് ആത്മീയത വിൽക്കുമല്ലോ. ആത്മീയത വരുമാന മാർഗമാവും, അന്നത് വരുമാന മാർഗമല്ല. അപ്പോൾ ഈ ഭഗവാനെ കാണാനായിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ പുനർജന്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അന്നത്തെ കാലത്താണ് കൽക്കരി വണ്ടിയാണ്. കുറേ പേര് അദ്ദേഹമുണ്ട്, രാഘവൻപിള്ള, പിന്നെ വരിഞ്ഞൻ രാഘവൻപിള്ള അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമാണ്. അദ്ദേഹമായിട്ട് ഇവരിങ്ങനെ പോയി ഭോപ്പാലിൽ എവിടെയോ വെച്ച്, എന്നാൽ അത്ഭുതങ്ങളാണ്. ഈ പോകുന്നിടത്തെല്ലാം ട്രെയിനിൽ ആൾക്കാർ ഈ കുഞ്ഞിനെ കാണാനായിട്ട് നിൽക്കുവാണ്. അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണെന്ന് പറയുന്നത്. മധുരയിലൊക്കെ കണ്ട വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കാരണം അവിടെയൊക്കെ ഓടിക്കളിക്കുവാണ് കുട്ടി. മധുരയിലൊക്കെ ചെല്ലുമ്പോൾ ഭഗവത് സാന്നിധ്യമുള്ള ആ കൊട്ടാരത്തിൽ എങ്ങനെയാണോ ഭഗവാൻ്റെ അറിയാവുന്ന സ്ഥലങ്ങളിലൂടെ പൂർവ്വജന്മം ഓർത്തെടുക്കുന്ന പോലെ ഈ കുട്ടി ഓരോ സ്ഥലങ്ങളിലേക്കും, അതുവരെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോയി ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അവിടേക്ക് ഓടിക്കയറും. അപ്പോൾ ജനങ്ങളിങ്ങനെ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ പോവുകയാണത്രേ. അത്ഭുതമാണ്, അത്ഭുതങ്ങൾ. അതിൻ്റെ തെരുവിലൂടെ അവിടെ പിന്നെ ഇപ്പോഴും മധുരയിൽ തെരുവുണ്ടല്ലോ, അവിടുത്തെ ഈ ഗോപസ്ത്രീകളുടെ തൈരും നെയ്യുമൊക്കെ വിൽക്കുന്ന, പിന്നെ വെണ്ണയൊക്കെ വിൽക്കുന്ന തെരുവുകളുണ്ട്. ഞാനിപ്പോൾ അവസാനം ഇപ്പോൾ പോയിട്ട് 10 വർഷമായി. മധുരയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോഴിതിങ്ങനെ അവിടെ അങ്ങനെ ഭയങ്കര അത്ഭുതം ഉണ്ടായി. അവിടെ നിന്ന് അവർ ഭോപ്പാലിലേക്ക് പോയി. ഭോപ്പാലിലേക്ക് ചെല്ലുമ്പം അവിടെ ഏതോ ഒരു സത്രം, അന്നത്തെ കാലത്താണ് ഒരു സത്രം കിട്ടി. ആ സത്രത്തിൽ പിന്നെ അത് ഏതോ ഒരു പിന്നെ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരൻ കണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തെ AC മുറിയുള്ള സ്ഥലമാണ്. പഴയ ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്ന ഒരു പഴയ ഒരു ബംഗ്ലാവാണ്. അവിടെ ഉള്ളവരൊക്കെ, പുറത്ത് ഉള്ളവരെല്ലാം ഇങ്ങനെ ഉറങ്ങാതെ ഭഗവാനെ ഇങ്ങനെ കാണിച്ചിരുന്നു. അഷ്ടമി രോഹിണി നാളാണ്. അപ്പോൾ വിശേഷാൽ അവിടുത്തെ ജനങ്ങളൊക്കെ വരുന്നു. ഈ കുട്ടി അത്ഭുതങ്ങളാണ്. ഈ കുട്ടികൾ കണ്ണുമാരി കളിക്കും, മണ്ണ് വാരി ഇടും. ഈ മണ്ണൊക്കെ കഴിച്ചാലും ഒരു വിഷയങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പുരാണങ്ങളിൽ കേട്ട ഭഗവത് കൃഷ്ണഗാഥയിൽ കേട്ടിട്ടുള്ള, അല്ലെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ കേട്ടിട്ടുള്ള കരുത്തനായ പശുക്കളുടെ അടുത്തേക്ക് ഇത് ഓടിച്ചെല്ലും. പശുക്കൾ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്, തൊടാതെ. ഈ 5 വയസ്സുള്ള കുട്ടി ഓടിച്ചെല്ലുമ്പോൾ കൂർത്ത കൊമ്പുള്ള പശുക്കൾ പോലും ഈ കുട്ടിയെ ഒറ്റ കുത്തിന് കുത്തിക്കൊല്ലുന്ന ഏറ്റവും കഴിവുള്ള കരുത്തുള്ള പശുക്കൾ പോലും ഈ കുട്ടിയെ കാണുമ്പോൾ അത് സ്നേഹലാളനോട് ഇത് പോയിട്ട് അതിങ്ങനെ തടകുന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രമൊക്കെ വളർന്നതൊക്കെ ശരിയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം വാദോരാതെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുവാണ് എന്നോട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നക്ഷത്രം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിശാഖം നക്ഷത്രമാണ്. ഏത് രാശിയാണ്? തുലാം രാശിയാണ്. തുലാം ശരീരം. അത് ജ്യോതിഷത്തെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അപ്പോൾ പറഞ്ഞു, സുനിൽ കുമാർ, അന്നെൻ്റെ പേരിനെ സുനിൽ കുമാർ എന്നാണ് വിളിക്കുന്നത്. സുനിൽ കുമാറിന് ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള സാധ്യതയുള്ള ആളാണ്. നക്ഷത്രം ഇതല്ലേ? നക്ഷത്രം മാത്രം കൊണ്ട് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ദിവ്യശക്തി ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഒന്നത് അന്ധനായ ഒരു മനുഷ്യൻ, അതീവ തേജസ്സുള്ളൊരു മനുഷ്യൻ, കഠിനമായി ഗാന്ധിജിയോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മനുഷ്യൻ, ചാത്തന്നൂരിലെ വരിഞ്ഞം എന്ന് പറയുന്ന വരിഞ്ഞം കുടുംബം എന്നുള്ളത് അവിടുത്തെ പ്രധാനമായ നായന്മാരുടെ ഒരു വലിയ തറവാട്, വലിയ കുടുംബം. അവിടെ അന്ധനായ ഒരു മനുഷ്യൻ ഉൾക്കാഴ്ച കൊണ്ട് പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ
ആത്മീയമായിട്ടുള്ള വഴികളിൽ വളരെ ഉയരാനുള്ള ഉയർന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ആത്മീയമായി നിങ്ങൾ ഭൗതികതയെല്ലാം വിട്ടെറിഞ്ഞ് ആത്മീയമായി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സംഭവിക്കാം എന്നെന്നോട് പറഞ്ഞു. പ്രസാദ് ഇപ്പോഴും ഉണ്ട്, എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടപ്പിലാണെന്ന് ഈ അടുത്ത കാലത്ത് അറിഞ്ഞു. എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നു. എന്തായാലും ഈ ഭോപ്പാലിൽ വെച്ചൊരു മൃത്യു സംഭവിച്ചു എന്നാണ്. എന്തെന്നാൽ ഈ കൃഷ്ണൻ്റെ ഭാവമുള്ള പെൺകുട്ടി, ഈ കുട്ടി കൃഷ്ണൻ്റെ പുനർജന്മം എന്ന് വിശ്വസിക്കുന്ന ഈ കുട്ടി, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. ആ ഭഗവാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭഗവാൻ അമ്മയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ കുറച്ച് ഗോപസ്ത്രീകളും, അങ്ങനെ ഗോപസ്ത്രീകളെന്നാണ് പറയാറുള്ളത് അദ്ദേഹം പറഞ്ഞത്, എല്ലാവരും കൂടെ ഉറങ്ങുമ്പോൾ വാതിൽ പൂട്ടി ബാക്കിയുള്ളവരെല്ലാം പുറത്ത് കിടക്കുമായിരുന്നു. പരിഞ്ഞം കുടുംബത്തെ ഇദ്ദേഹം രഞ്ജൻ രാഘവൻ പിള്ള ഉൾപ്പെടെയുള്ള അദ്ദേഹം പുറത്ത് കിടന്നുറങ്ങുമ്പോൾ അകത്ത് ഈ കുഞ്ഞിനോടൊപ്പം അമ്മയും അമ്മയുടെ കുടുംബാംഗങ്ങളും കിടന്നുറങ്ങുകയായിരുന്നു. 1947 40 മുതൽ 47 കാലഘട്ടം വരെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഏതോ ഒരു കമ്പനിയിലെ, ബ്രിട്ടീഷ് കമ്പനിയിലെ മുറികളാണ് അവരുപേക്ഷിച്ചു പോയ മുറികളിലെ അന്നത്തെ AC മുറിയിലാണ് ഇവർ കിടന്നിരുന്നത്. നേരം വെളുത്തപ്പോൾ ആ മുറിക്കുള്ളിൽ അതിനു മുമ്പ് തന്നെ ഭഗവാൻ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ്. ഈ 5 വയസ്സിന് താഴെയുള്ള ഈ ഭഗവത് സാന്നിധ്യമുള്ള കുഞ്ഞ് ചില ലക്ഷണങ്ങൾ കാട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോയി ആ AC-യുടെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും, എന്നിട്ട് ഓടും, എന്നിട്ട് നോക്കി നിൽക്കും, എന്നിട്ട് വന്നിങ്ങനെ ഇരിക്കും. ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ നമുക്ക് കാട്ടിത്തന്നതാണ്, പറഞ്ഞു തന്നതാണ്. ഞാൻ അതിലിങ്ങനെ ഒരു ദൃശ്യം പോലെ ഇപ്പോൾ കാണുകയാണ്. എന്തായാലും നേരം വെളുത്തപ്പോൾ ഈ ഭഗവാൻ സാന്നിധ്യമുള്ള ഈ കുഞ്ഞുൾപ്പെടെ സകലവരും വിഷദ്രാവകം, AC-യിൽ നിന്നുണ്ടായ വിഷവാതകമേറ്റ് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ മരണത്തോടു കൂടി ആൾക്കാർ ദുഃഖാതിരായി. കാരണം മൃത്യു ഭഗവാൻ സാന്നിധ്യമാണെങ്കിൽ പോലും മരണമുണ്ട് എന്ന് പറയുന്നൊരു സത്യം, മൃത്യുവിനെ അതിജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സത്യം, നീ എന്തൊക്കെ നേടിയാലും നിനക്ക് മരണമുണ്ടായേ പറ്റുള്ളൂ, മരിക്കാതിരിക്കാൻ നീ എത്ര ശ്രമിച്ചാലും നീ മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ, നീ ഇന്നുണ്ടാക്കിയതും ഉണ്ടാക്കുന്നതും ഉണ്ടാക്കി വെക്കുന്നതും ഒക്കെ നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ നീ ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ച് ജീവിതത്തിൻ്റെ അവസാന കാലം. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ഭഗവത് സാന്നിധ്യമായൊരു കുഞ്ഞ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിധി. ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണന്തലയുള്ള ആ കുഞ്ഞിൻ്റെ മരണം പോലെ, ഡോക്ടർ അനിൽകുമാറിൻ്റെ അവിടെ കണ്ട കുട്ടിയുടെ മരണം പോലെ അതൊരു വിധിയാണ്. ഭഗവത് സാന്നിധ്യത്തോട് ജനിച്ച ഒരു കുട്ടി, ഞാൻ ഹോട്ടൽ റൂമിൽ കണ്ട മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ പ്രേതാത്മാവ്, ഇവിടെ 1947-50 കാലഘട്ടത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന, ജീവിതത്തിൽ വിവാഹം കഴിക്കാതെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ക്ഷേത്ര ദർശനങ്ങളിൽ പോലും പോകാതെ വീട്ടിൽ തന്നെ സദാ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് ജീവിച്ച വരിഞ്ഞൻ രാഘവൻ പിള്ള എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനിയെ ഞാൻ ഓർക്കുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു ഞാൻ ദൈവവിശ്വാസി അല്ലാതിരുന്ന ഒരാൾ അത്തരത്തിലൊരു ഭഗവത് സാന്നിധ്യത്തിൻ്റെ ഓർമ്മകളിലൂടെ അവസാനകാലം വരെ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നീ എന്ത് കർമ്മങ്ങൾ ചെയ്താൽ തന്നെ അത് സത്യസന്ധമല്ലെങ്കിൽ, ആ സത്യസന്ധമല്ലാത്ത കർമ്മങ്ങൾ കൊണ്ട്, അപ്പം ഞാനപ്പോൾ കർമ്മങ്ങൾ കൊണ്ട് നിനക്ക് ജീവിതത്തിൻ്റെ അവസാനം ദുരിതപ്പെടേണ്ടി വരും. ഞാൻ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരായ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ആ മരണം കൊണ്ട് തന്നെ എല്ലാവരും അത് അവിടുത്തെ ആ ഭഗവത് സാന്നിധ്യം നിറഞ്ഞു നിന്ന കൃഷ്ണഭക്തിയോടുകൂടി ജനിച്ച ആ പെൺകുട്ടി ഉൾപ്പെടെ 150 പേർ ഒരുമിച്ച് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് കാരണങ്ങളാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഈശ്വരൻ എന്ന് പറയുന്ന ഭഗവത് സാന്നിധ്യത്തിൻ്റെ ശക്തി അത് വളരെ വലുതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ പ്രശസ്തിയും ധനവും ഒക്കെ ഉണ്ടാകും. ഞാനും അഭിലാഷ് ബാലകൃഷ്ണനും പിന്നെ ടീച്ചറും
കാട്ടാക്കട നമ്മുടെ ബാലാനന്ദൻ നായർ അനിയെല്ലാം കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മലയാളത്തിലെ വലിയ നടൻ, നമ്മുടെ വെമ്പായത്തിനടുത്തുള്ള ഒരു നടനാണ്. അദ്ദേഹം കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അവിടെ വന്നിരുന്നിട്ട് നമ്മളെയൊക്കെ ഒരു കാലത്ത് സമ്പന്നതയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അറിയാവുന്ന ഒരാളാണ്, നമ്മളെ എല്ലാവരെയും അറിയാവുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു കൂളിംഗ് ഗ്ലാസ് ഉള്ളത് കൊണ്ട് ലോകം കറുത്തതായി കണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നത് കണ്ടു. അതും നമ്മുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് ഇല്ല, നമ്മളൊന്നും കറുപ്പായിട്ട് കാണാത്തത് കൊണ്ട് നമുക്കിതെല്ലാം നഗ്നനേത്രങ്ങളായി കാണാൻ കഴിയും. നമുക്കെല്ലാം കാണാൻ കഴിയുന്ന ഒരു കാലം വരെ മുകളിലേക്കത്ത് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാലും താഴേക്ക് പോകുന്ന ശ്വാസം മുകളിലേക്ക് വന്നാൽ മാത്രമേ ജീവിച്ചിരിപ്പൂ എന്നുള്ളൂ പറയുന്നൊരു ബോധം നമുക്കെല്ലാം ഉണ്ടാകണമെന്നും ചെയ്യുന്ന കർമ്മങ്ങളുടെ പരിണിത ഫലങ്ങൾ അത് നല്ലതായാലും ചീത്തയാണെങ്കിലും അത് അനുഭവിച്ച് തീർത്താനേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അനുഭവ കഥകൾ പറയുമ്പോൾ അന്ധവിശ്വാസം വളർത്തുന്നതാണെന്ന് കരുതണ്ട. അന്ധവിശ്വാസം എന്ന് തോന്നുന്നവർ ഇത് കാണാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.